അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക നിയമങ്ങൾ അത് സത്യവിശ്വാസികൾക്കുള്ളതാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഈ നിയമങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് പത്രപ്രസ്താവന നടത്താനുള്ളതല്ല. അത് കൃത്യമായും നമ്മുടെ കുടുംബങ്ങളിലും വിശ്വാസിനികളായ സ്ത്രീകൾക്കിടയിലൊക്കെ നടപ്പിലാക്കേണ്ട, അവരെ പരിശീലിപ്പിക്കേണ്ട, അവരെ ശീലിപ്പിക്കേണ്ട നിയമശാസനകളാണ്. അത് പത്രപ്രസ്താവന നടത്തി ആളുകളുടെ ഇടയിൽ പരിഹാസ്യമാകുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് ഉമ്മത്ത് മാറിപ്പോയത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും വിശ്വാസിനികളായ സ്ത്രീകൾ പാലിക്കേണ്ട അച്ചടക്കവും ഒക്കെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ അടിച്ചേൽപ്പിക്കൽ കൊണ്ടല്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിക്കാൻ തയ്യാറാകുക. മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകലാണ്. അതല്ലാതെ സമൂഹത്തിൻ്റെ ധാരണകൾക്കനുസരിച്ച് ജീവിക്കലല്ല ഇസ്ലാമികമായ ജീവിതം എന്ന് പറഞ്ഞാൽ. സമൂഹത്തിൽ പല ഇസങ്ങളുമുണ്ടാകും, സിദ്ധാന്തങ്ങളുണ്ടാകും, അവർക്ക് പല അജണ്ടകളുണ്ടാകും. അതൊന്നും വിശ്വാസിനികളെ ബാധിക്കാൻ പാടില്ല. വിശ്വാസിനികൾക്ക് ആ രൂപത്തിൽ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ ഭക്തിയുള്ളവരും വിശ്വാസമുള്ളവരും അനുസരണ കാണിച്ചാൽ അവർക്കത് ഉപകാരപ്പെടും. അതല്ല, ആർക്കും അത് സ്വീകരിക്കേണ്ടതില്ലെങ്കിൽ അവർക്ക് അവരുടെ വഴിക്ക് പോകാം. ഇത്രയാണ് നമ്മുടെ ഡ്യൂട്ടി ഉള്ളത്. അതല്ലാതെ ഇതൊക്കെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന അവസ്ഥ അത് വളരെ ഖേദകരമാണ്.